الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد സഹോദരങ്ങളെ, നമ്മൾ സൂറത്ത് താരിഖ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അടുത്ത സൂറത്തുൽ അഅല. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഓതാറുണ്ടായിരുന്ന സൂറത്താണ്. നമുക്കറിയാം, പല നമസ്കാരങ്ങളിലും ഇത് ഓതുന്നത് സുന്നത്താണ്. ഏതൊക്കെ നമസ്കാരത്തിലാണ്? ഫജ്ർ, ജുമുഅ, പിന്നെ രണ്ട് ഈദ് നമസ്കാരം, പിന്നെ വിത്തറിലെ ആദ്യത്തെ റക്അത്ത്. അപ്പോൾ ഈ മൂന്ന് നമസ്കാരങ്ങളും വളരെ പ്രധാനപ്പെട്ട നമസ്കാരങ്ങളാണ്. പ്രത്യേകിച്ച് ഈദും ജുമയും അത് മുസ്ലിമീങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന നമസ്കാരങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തായിരുന്നു ഓതിയിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ ഈ സൂറത്ത് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഇതിന് മനസ്സിലാക്കാം. അതുപോലെ ഈ സൂറത്തിൻ്റെ വിഷയങ്ങൾ, ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന മഖാസിദ്, ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ ഇങ്ങനെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ഇത് ഓതാനുള്ള കാരണം മനസ്സിലാക്കും. ഈ സൂറത്തിൽ ഉസൂലുൽ ഈമാൻ, ഈമാനിൻ്റെ അടിത്തറയായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ഈമാനിൻ്റെ അടിത്തറയായിട്ടുള്ള കാര്യങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ദീനിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്: തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഈ മൂന്ന് കാര്യങ്ങളും ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത് കാണാം. ഇൻഷാല്ലാഹ് നമ്മൾ ഓരോ ആയത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ സൂറത്തിന് തൊട്ട് മുമ്പത്തെ സൂറത്തുമായിട്ടൊരു ബന്ധമുണ്ട്. സൂറത്ത് താരിഖുമായിട്ട് ഒരു മുനാസബത്ത്. എന്തുകൊണ്ട് സൂറത്ത് താരിഖ് കഴിഞ്ഞിട്ട് സൂറത്തുൽ അഅല വന്നു എന്ന് ചില ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് യഖീനായ ഒരു കാര്യമല്ല, പക്ഷേ സാധ്യതയുണ്ട്. എന്താണത്? സൂറത്ത് താരിഖിൽ നമ്മൾ കണ്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സാരമായ ഒരു ബീജകണത്തിൽ നിന്നാണ് ഒരു ഇത്തിരി പോന്ന ഒരു തുള്ളി മനുഷ്യർ മോശമായി കാണുന്ന, മലിനമായി കാണുന്ന ഒരു ഇത്തിരി തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അവനെന്ത് ചെയ്യുന്നു? ഈ സൂറത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഇന്നഹും യഖീദൂന കൈദ. അള്ളാഹുവിന്റെ ദീനിനെ അതിനെ തന്ത്രപ്രയോഗിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്നു ഈ ദുർബലനായ മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ മനുഷ്യന്റെ ഈ ധിക്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിനെതിരെ, അവന്റെ സൃഷ്ടാവിനെതിരെ അവൻ ചെയ്യുന്ന ഈ ധിക്കാരത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വളരെ യോജിച്ചതാണെന്ത്? അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. അവൻ എത്ര ധിക്കാരം പ്രവർത്തിച്ചാലും, തന്ത്രം പറഞ്ഞാലും, എത്ര അഹങ്കരിച്ചാലും അതൊന്നും അള്ളാഹുവിനെ യാതൊരു കുറവ് വരുത്താൻ പോകുന്നില്ല. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, നിന്റെ റബ്ബിനെ നീ പരിശുദ്ധിപ്പെടുത്തുക, വാഴ്ത്തുക എന്ന് പറയാൻ ഒരു യോജിപ്പ് അവിടെയുണ്ട്. ഇത് ചില നമ്മൾ സൂചിപ്പിച്ചതായി കാണാം. ഇനി നമ്മൾ പറഞ്ഞ സൂറത്തിന്റെ വിഷയങ്ങൾ ഉസൂലുൽ ഈമാൻ, ദീനിന്റെ അടിത്തറകളായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. തൗഹീദും റിസാലത്തും ആഖിറത്തും ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനമായ മറ്റ് ചില വിഷയങ്ങൾ: തസ്കിയത്തുൽ നഫ്സ്, മനുഷ്യന്റെ നഫ്സിന്, ആത്മാവിന് പരിശുദ്ധി ഉണ്ടാകാൻ എന്താണ് വേണ്ടത്. അതുപോലെ തന്നെ ദുനിയാവിന്റെ നിസ്സാരത, ആഖിറത്തിന്റെ പ്രാധാന്യം, ദഅവത്തിന്റെ രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്നാമത്തെ ആയത്ത് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. എന്താണ് സബ്ബിഹ് എന്ന് പറഞ്ഞാൽ? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക എന്ന അർത്ഥം. പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ പുകഴ്ത്തുക എന്ന അർത്ഥത്തിൽ പല വാക്കുകളുണ്ട്. തസ്ബീഹ്, തഹ്മീദ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തലാണ്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ന്യൂനതകളിൽ നിന്ന് മുക്തമാക്കുക, അള്ളാഹുവിന് യാതൊരു ന്യൂനതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. ഹംദ് എന്ന് പറഞ്ഞാൽ, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള നല്ല ഗുണങ്ങൾ, നല്ല സിഫാത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ പുകഴ്ത്തുക എന്നാണ് ഹംദ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ഒരുപാട് നല്ല സിഫാത്തുകളുണ്ട്, അള്ളാഹുവിന് എല്ലാ സിഫാത്തുകളും നല്ലതാണ് എന്ന് ഞാൻ പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവനെ പുകഴ്ത്തുന്നു എന്നാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ യാതൊരു ന്യൂനതയും അള്ളാഹുവിനില്ല. എന്തൊക്കെ ന്യൂനതകൾ സങ്കല്പിക്കാൻ സാധിക്കുമോ അതൊന്നും അള്ളാഹുവിനില്ല. അതല്ലാത്ത ന്യൂനതകൾ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ന്യൂനതകൾ, അതും അള്ളാഹുവിനില്ല എന്ന് ഞാൻ പറയുന്നു എന്നാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതാണ് തസ്ബീഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ചോദ്യം: എന്തുകൊണ്ട് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന് പറഞ്ഞു?
അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ നീ തസ്ബീഹ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് അല്ലെ, അള്ളാഹുവിന് ഉറക്കമില്ല, മയക്കമില്ല, മറവിയില്ല, ക്ഷീണമില്ല എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇത് അള്ളാഹുവിനെ മുഖത്തിലല്ലേ, തസ്ബീഹ് അല്ലേ? തീർച്ചയായും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിരിക്കുന്നു, സംശയമില്ല. എന്നാൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഇസ്മ എടുത്തു പറഞ്ഞുകൊണ്ട് തസ്ബീഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് കൂടി പറയണം. മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഇസ്മ കൊണ്ട് തസ്ബീഹ് ചെയ്യുക എന്ന് പറയില്ല. കാരണം മനസ്സിൽ ഞാനൊന്നും പറയുന്നില്ല, ചിന്തിക്കുന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സും നാവും യോജിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനെ വാഴ്ത്തുക, പുകഴ്ത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ബിസ്മി റബ്ബിക എന്ന് സബ്ബിഹ് ഇസ്മ റബ്ബിക എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അള്ളാഹുവിന്റെ അൽ അഅല എന്ന ഇസ്മാണ് ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അൽ അഅല ആയിട്ടുള്ള അള്ളാഹുവിനെ നീ പുകഴ്ത്തിക്കൊള്ളുക. എന്താണ് അൽ അഅല എന്ന് പറഞ്ഞാൽ? ഏറ്റവും ഉന്നതിയിലുള്ളവൻ. അള്ളാഹുവിന്റെ ഉന്നതി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. അള്ളാഹുവിന്റെ ദാത്തും അള്ളാഹുവിന്റെ സിഫാത്തും, ഇത് രണ്ടും ഏറ്റവും ഉന്നതിയിലാണുള്ളത്. എന്താണ് ദാത്ത് എന്ന് പറഞ്ഞാൽ? അസ്തിത്വം, അള്ളാഹുവിന്റെ സത്ത. അള്ളാഹു ഉള്ളത് എല്ലാ സൃഷ്ടികളുടെയും ഉപരിയിലാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ. അതുപോലെ തന്നെ അല്ലാഹു തആല മലക്കുകളെ കുറിച്ച് പറഞ്ഞു, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. അവരുടെ മുകളിൽ നിന്ന്, മുകളിലുള്ളവനായ അള്ളാഹുവിനെ അവർ പേടിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് തെളിവുകൾ ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കും. ഒരു സഹാബി മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമി എന്ന് പറയുന്ന സഹാബി അദ്ദേഹത്തിന്റെ അടിമയായ ഒരു പെണ്ണിനെ അടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഖേദം പ്രകടിപ്പിച്ചു. ആ അടിച്ചതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ, അത് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അടിമയെ മോചിപ്പിക്കാൻ തീരുമാനിച്ചു, മോചിപ്പിക്കാൻ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ മുസ്ലിം ആണെങ്കിൽ മോചിപ്പിക്കാം എന്ന നിലക്ക് ആ അടിമ മുസ്ലിമാണോ എന്ന് അറിയാൻ വേണ്ടി രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? അയ്ന അല്ലാഹ്, അള്ളാഹു എവിടെയാണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞു, മുകളിലാണ്. ഫിസ്സമ, ആകാശത്താണ്. ആകാശത്ത് എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയുന്ന സൃഷ്ടിയുടെ ഉള്ളിൽ എന്നാണ്, അല്ല. ഇവിടെ ഫീ എന്നത് അല എന്ന അർത്ഥത്തിലാണ്, ആകാശത്തിന്റെ മുകളിൽ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറബിയിൽ ഹർഫുകൾ പരസ്പരം മാറി ഉപയോഗിക്കും. ഇവിടെ അലസ്സമ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആകാശത്തിന് മുകളിൽ എന്ന് പറഞ്ഞു. മൻ അന, ഞാൻ ആരാണ് എന്ന് ചോദിച്ചു. അൻത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്. അഅ്തിഖഹ ഫഇന്നഹ മുഅ്മിന, അവൾ മോചിപ്പിച്ചുകൊള്ളുക, അവൾ മുഅ്മിനത്താണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്ന് ചോദിക്കാനേ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് മുസ്ലിമുകളുടെ കൂടെ. ഇത് ഇസ്ലാമിന്റെ അഖീദയല്ല, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്, റസൂലിനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സ്ത്രീ ഉദ്ദേശിച്ചത്, ഈ അടിമപ്പെണ് ഉദ്ദേശിച്ചത്? ഫിസ്സമ എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നതിന് ഉത്തരമായി അവർ പറഞ്ഞത് ഫിസ്സമ എന്നാണ്. ഈ പ്രയോഗത്തെ ഈ പഴച്ച വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അതുകൊണ്ട് ഉദ്ദേശം അങ്ങനെയാണ്, ഇങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കും. ഈ വന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചോദിച്ചത് ഒരു മുതിർന്ന സഹാബിയോടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കായിരുന്നു. ആ സഹാബിക്ക് അങ്ങനെയൊക്കെ ഇൽമു നേരത്തെ ഉണ്ട്, ഇവർ പറയുന്ന തരത്തിലുള്ള ഫിലോസഫിയൊക്കെയാണ് ആ സഹാബി ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അതും തെറ്റാണ്. കാരണം അറബികൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള ഫിലോസഫിയും ഉണ്ടായിരുന്നില്ല ജാഹിലിയ കാലത്ത്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള വ്യാഖ്യാന കസർത്തുകൾ നമുക്കറിയുമായിരുന്നില്ല, നേർക്ക് നേരെ സംസാരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇത് അവിടെ നിന്ന് പോയി, ഒരു അടിമ പെണ്ണാണ്, മുസ്ലിം ആണോ എന്ന് ഉറപ്പുവരുത്താനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ ആദ്യം പഠിച്ച ആളല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരാൾ ഫിസ്സമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരുന്നു? ഫിസ്സമ തന്നെയായിരിക്കും, വേറെ യാതൊരു അർത്ഥത്തിനും അവിടെ പഴുതില്ല, വ്യാഖ്യാനിക്കാൻ പഴുതില്ല. അപ്പൊ ഇത്രയും വലിയ വ്യാഖ്യാനത്തിന്റെ ആൾക്കാർ വരുമെന്ന് അള്ളാഹുവിന് അറിയാം. ആകാശത്ത് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആകാശത്തിന് മുകളിൽ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പിൽക്കാലത്ത് ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് അറിയാം. ഇത് സ്വഹീഹ് മുസ്ലിമുള്ള ഹദീസാണ്. ഈ ഹദീസിനെ ദഈഫാക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിന്റെ ആളുകൾ, അതുപോലെ തന്നെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യാഖ്യാനം ഈ ഹദീസ് സ്വീകരിക്കുകയില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്, അയ്ന അല്ലാഹ്, അള്ളാഹു എവിടെ? ആ ചോദ്യമേ ചോദിക്കാൻ പാടില്ല എന്നാണ്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ പറയുന്നത്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. അല്ലെങ്കിൽ അള്ളാഹു എവിടെയാണ് നമുക്കറിയില്ല എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. അള്ളാഹു ഫിസ്സമ, ആകാശത്താണ് എന്നതാണ് ഒരു മുസ്ലിമിന്റെ അഖീദ. ഇതാണ് അള്ളാഹുവിന്റെ ദാത്ത്. അള്ളാഹുവിന്റെ ദാത്ത് 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. ഇനി അള്ളാഹു സിഫാത്തും അൽ അഅല എന്ന ആ ഇസ്മ ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ അള്ളാഹു അവന്റെ ദാത്ത് കൊണ്ട് 7 ആകാശങ്ങൾക്ക് മുകളിലായതുപോലെ തന്നെ
അള്ളാഹുവിൻ്റെ എല്ലാ സിഫാത്തുകളും അത്യുന്നതമാണ്. അള്ളാഹുവിന് എന്തൊക്കെ സിഫത്തുണ്ടോ? അപ്പോൾ അള്ളാഹുവിന് അൽ അലീം എന്ന ഇസ്മുണ്ട്, അങ്ങേയറ്റത്തെ അറിവുള്ളവൻ, എല്ലാത്തിനെ പറ്റിയും അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ എൽമുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും എൽമുള്ളവൻ അള്ളാഹുവാണ്. അപ്പോൾ അൽ അല എന്നത് ആ അൽ അലീം എന്ന ഇസ്മിനും ബാധകമാണ്. അവനായിരിക്കും ഏറ്റവും ഉന്നതമായ എൽമുള്ളവൻ. അവനറിയാത്തതായി യാതൊന്നുമില്ല. രഹസ്യവും പരസ്യവും അവനറിയും. ഇരുട്ടിലും വെളിച്ചത്തിൽ നടക്കുന്ന അവനറിയും. എല്ലാ കാര്യങ്ങളും അവന് ഭാവിയും ഭൂതകാലവും എല്ലാം ഒരുപോലെയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അൽ ഖുദ്റ, അൽ ഖദീർ എന്ന ഇസ്മ അള്ളാഹുവിൻ്റെ എല്ലാത്തിനും കഴിവുള്ളവൻ. അപ്പോൾ അൽ അല എന്ന ഇസ്മ അവിടെ ബന്ധിപ്പിച്ചാൽ അവൻ്റെ ഖുദ്റത്താണ് അഅ്ലൽ ഖുദ്റാത്ത്, എല്ലാ കഴിവിൻ്റെയും മുകളിലുള്ള കഴിവ് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിനേക്കാളും കഴിവുള്ള ഒരാളുമില്ല. ലാ യുഅ്ജിസുഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള യാതൊരു വസ്തുവും യാതൊരാളും അള്ളാഹുവിനെ അശക്തനാക്കുകയില്ല, അള്ളാഹുവിനെ തോൽപ്പിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് അത് ഏറ്റവും വലിയ ഖുദ്റത്താണ്. ഇങ്ങനെ എന്തൊക്കെ സിഫത്ത് അള്ളാഹുവിനുണ്ടോ ഈ അൽ അഅല എന്ന ഇസ്മിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ആ സിഫത്തുകളൊക്കെ അതാത് സിഫത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിശാലമാണ്. അതാത് സിഫത്തുകളുള്ളവരിൽ ഏറ്റവും ഒരു അള്ളാഹുവിൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ ഉന്നതി, ഉലൂവ് എന്ന് പറയുന്ന സിഫത്ത്, അത് വിശദീകരിച്ചുകൊണ്ട് അഖീദയുടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സലഫുകൾ പറയുന്ന ഒരു വാക്ക് കാണാം. അള്ളാഹു തആല ഏറ്റവും മുകളിലുള്ളവനാണ്, പക്ഷേ അവൻ മനുഷ്യനോട് ഏറ്റവും അടുത്തവനുമാണ്. അവൻ്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അവൻ്റെ കഴിവ് കൊണ്ട് അവൻ എല്ലാ അടിമകളുടെയും സമീപസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അഖീദയുടെ കിതാബിൽ ഇങ്ങനെ ഒരു പ്രയോഗം കാണാം: അലിയുൻ ഫി ദുനൂബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് അടുത്തുള്ളവനാണ്, അതോടൊപ്പം തന്നെ ഏറ്റവും ഉന്നതിയിലുള്ളവനാണ്. വഖരീബുൻ മഅ ഉലൂബിഹി, ഏറ്റവും ഉന്നതിയിലുള്ളതാണ്, അതോടൊപ്പം അള്ളാഹു ഏറ്റവും അടുത്തുമാണ്. അള്ളാഹു മുകളിലാണ് എന്നുള്ളത് സൃഷ്ടികളുടെ അടുത്താണ് എന്നതിന് എതിരാവുന്നില്ല. അഥവാ സൃഷ്ടികൾ നിരീക്ഷിച്ചുകൊണ്ടും അവരുടെ പ്രവൃത്തികൾ അറിഞ്ഞുകൊണ്ടും അവരെ സഹായിച്ചുകൊണ്ടും അവൻ കൂടെയുണ്ട്, അടുത്തുണ്ട് എന്നതിന് അവൻ്റെ ഈ ഉന്നതി തടസ്സമല്ല. അതുപോലെ തന്നെ അവൻ സൃഷ്ടികളെ അടുത്തറിയുന്നുണ്ട്, അവരുടെ രഹസ്യം പരസ്യം അറിയുന്നുണ്ട്, അവൻ്റെ സഹായം കൊണ്ട് അവൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് അവൻ മുകളിലാണ് എന്നതിനും തടസ്സമാകുന്നില്ല എന്ന് അഖീദയുടെ കിതാബുകൾ കാണാം. നോക്കൂ നിങ്ങൾ, ഈ ദിക്ർ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്നുള്ളത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ് സുജൂദ്. എന്തുകൊണ്ടാണ് സുജൂദിൽ അത് പഠിപ്പിച്ചത്? സുജൂദിൽ നമ്മൾ ഏറ്റവും താഴ്മ കാണിക്കുന്ന രൂപമാണ് സുജൂദിൻ്റെ രൂപം. നമ്മുടെ നെറ്റി നമ്മൾ കാല് വെച്ച് നടന്നു പോകുന്ന മണ്ണിൽ നിലത്ത് വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴ്മ പ്രകടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് സുജൂദ് എന്ന് പറയുന്നത്. അതിനേക്കാൾ താഴ്മ കാണിക്കാൻ ശരീരം കൊണ്ട് നമുക്ക് ഓരോന്നും ചെയ്യാനില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഉലൂബിനെ കുറിച്ച് ഓർക്കുകയാണ്. ഞാൻ മനുഷ്യനായ ഞാൻ, മഖ്ലൂഖായ ഞാൻ ഇത്രയും താഴ്മ കാണിക്കാൻ അർഹനാണ്, ഇത്രയും താഴ്മ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അള്ളാഹു ആകട്ടെ ഒരു തരത്തിലുള്ള താഴ്മയും ഒരാളുടെ മുന്നിലും കാണിക്കേണ്ടതില്ലാത്ത വിധം അത്യുന്നതനാണ് എന്ന് പറയാൻ യോജിച്ച സന്ദർഭമാണ്. അതുകൊണ്ടാണ് സുജൂദിൽ ഇങ്ങനെ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്ത് ഓതിയാൽ ഉടനെ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമായിരുന്നു നമസ്കാരം. അപ്പോൾ നമസ്കാരത്തിൽ അങ്ങനെ ചെയ്യാം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന് ഓതിയാൽ ആ കൽപ്പന ഉടനെ അനുസരിക്കുക എന്നുള്ള നിലയിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത് എന്താണ് പറയുന്നത്? അപ്പോൾ ഈ ആയത്ത് തൗഹീദിൻ്റെ ആയത്താണ്. നമ്മൾ പറഞ്ഞു ഈ സൂറത്തിൽ തൗഹീദും റിസാലത്തും ആഖിറത്തും പറയുന്നുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അവകാശപ്പെട്ട കാര്യങ്ങൾ അവന് മാത്രം വകവെച്ചു കൊടുക്കുക, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും ഉന്നതനെന്ന് പറഞ്ഞാൽ അവന് തുല്യനായി മറ്റാരുമില്ല. അപ്പോൾ അവൻ്റെ അവകാശങ്ങൾ അത് അവന് മാത്രം വകവെച്ചു കൊടുക്കണം. അങ്ങനെ വകവെച്ചു കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. ആ ധിക്കാരം കാണിച്ചാൽ അവൻ പറയുന്ന ഈ തസ്ബീഹിന് അർത്ഥമില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് എന്നാണ് നമ്മൾ പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുമ്പോൾ. അപ്പോൾ അള്ളാഹുവിന് തുല്യമായി മറ്റൊരാളുണ്ടെങ്കിലോ, അള്ളാഹുവിനോട് പറയേണ്ട ആവശ്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് പറയുന്നുണ്ടെങ്കിലോ, അള്ളാഹു നമ്മുടെ ആവശ്യം നടപ്പിലാക്കി തരും. രോഗമാറ്റും, റിസ്ക് വർദ്ധിപ്പിക്കും, ആയുസ് നീട്ടും, അതുപോലെ മക്കളെ തരും. ഇങ്ങനെ എന്തൊക്കെ
കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നു. ഇതൊക്കെ പറയാൻ, ഈ ആവശ്യങ്ങളൊക്കെ ആവശ്യപ്പെടാൻ മറ്റൊരാളെ സ്വീകരിച്ചാലോ ഒരു സൃഷ്ടിയോട് ചോദിച്ചാലോ അവൻ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് ഒരു നഫ്സ്, ഒരു അയ്ബ്, ഒരു കുറവ് അവൻ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ കുറവ്? അള്ളാഹുവിനെ പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെയും ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കുറവാണ്. അത് ഈ തസ്ബീഹിനെതിരാണ്. അപ്പോൾ തസ്ബീഹിന്റെ താല്പര്യമില്ല, അള്ളാഹുവിന് യാതൊരു ന്യൂനതകളുമില്ല, യാതൊരു കുറവുകളുമില്ല. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇനി ഈ തൗഹീദിന്റെ തെളിവുകൾ പറയുകയാണ്. എന്തുകൊണ്ട് അള്ളാഹു അൽ-ആലിയ, എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനാണ് എന്ന് പറയുന്നു? അതിന്റെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന തെളിവുകളാണ് ഇനിയുള്ള ആയത്തുകൾ പറയുന്നത്. തൗഹീദിന്റെ തെളിവുകൾ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ തെളിവുകൾ. അതാണ് അടുത്ത വിഷയം. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അള്ളാഹു തആല അവനാണ് ഖലഖ, സൃഷ്ടിച്ചത്, ഫസവ്വ, ആ സൃഷ്ടികളെ നേരെ ചൊവ്വയാക്കി. കേവലം സൃഷ്ടിക്കുക മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ഭംഗിയായി, പരിപൂർണമായി അവൻ ആ സൃഷ്ടികളെ ശരിപ്പെടുത്തി. വല്ലദീ ഖദ്ദറ ഫഹദ, ആ സൃഷ്ടികൾക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവൃത്തികൾ, അതിൻ്റെ ഓരോന്നിൻ്റെയും ജീവിത മാർഗങ്ങൾ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഫഹദ, ആ നിശ്ചയിച്ച പ്രവൃത്തികൾ അതെങ്ങനെ ചെയ്യണം എന്ന് ആ സൃഷ്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. അവർക്കത് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇങ്ങനെയാണ്. അള്ളാഹു തആല വെറുതെ ഒരു കണക്കില്ലാതെ അല്ലെങ്കിൽ ഒരു തർത്തീബില്ലാതെ, ഒരു ഓർഡറില്ലാതെ അല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവരെന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം മനോഹരമാക്കിയിരിക്കുന്നു, ഏറ്റവും നല്ല രൂപത്തിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രത്യേകം അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, ഫസവ്വാക, നിന്നെ അവൻ നേരെ ചൊവ്വയാക്കിയിരിക്കുന്നു, പരിപൂർണമായ ഘടനയോടുകൂടി അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. ഇതാണ് ഈ രണ്ടായത്തുകൾ പറയുന്ന വിഷയം. അഥവാ അള്ളാഹു അവൻ എല്ലാത്തിനും ഉപരിയിലുള്ളവനാണ്, അവൻ അത്യുന്നതനാണ്, അവൻ യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനാണ്. ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ദൃഷ്ടാന്തങ്ങളാണ്, തെളിവുകളാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ഈ പ്രത്യേകതകൾ, സൃഷ്ടികളെ അള്ളാഹു എത്ര സൂക്ഷ്മമായി സംവിധാനിച്ചിരിക്കുന്നു, അവയുടെ പ്രവൃത്തികൾ, ആ സൃഷ്ടികളുടെ ഓരോന്നിൻ്റെയും ദൗത്യങ്ങൾ, അതിനെപ്പറ്റി ആ സൃഷ്ടികൾക്ക് അള്ളാഹു എത്ര കൃത്യമായ ബോധം. ഹിദായത്ത്, അല്ലെ, സൃഷ്ടിപ്പിലുള്ള ഹിദായത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. തൻ്റെ ശരീരഘടന എങ്ങനെയാണ്, തൻ്റെ ജീവിതം ഏത് രൂപത്തിലാണ് എന്ന ഹിദായത്തുള്ള ഓരോ സൃഷ്ടികൾക്കും കൊടുത്തിരിക്കുന്നു. അത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ണോട് കാണാൻ സാധിക്കും. ഒരു ചെറിയ കുട്ടി ജനിച്ചു വീഴുമ്പോൾ അതിന് യാതൊരു അറിവുമില്ല. അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവനായിട്ടാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ കുട്ടി മുല കൊടുക്കുന്നു. ആരാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, പാൽ കുടിക്കാൻ വിശക്കുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത് എന്ന്? അത് അള്ളാഹു കൊടുത്ത ഹിദായത്താണ്. അതുപോലെ മറ്റു സൃഷ്ടികൾ നോക്കും. അല്ലെ, ഒരു തേനീച്ച അതിൻ്റെ കൂടുണ്ടാക്കുന്നത്, അല്ലെ, ലോകത്തെ ഏറ്റവും കഴിവുള്ള ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് തേനീച്ച കൂടുണ്ടാക്കാൻ വേണ്ട മെഴുകും അതിനുപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ കൊടുത്ത് റൂമിലിട്ടാൽ അയാൾക്കുണ്ടാക്കാൻ പറ്റുമോ അതുപോലെ ഒരു കൂട്? സാധിക്കുകയില്ല. ഈ തലച്ചോറില്ലാത്ത ചെറിയ പ്രാണി ഈ കൂടുണ്ടാക്കും. അതെത്ര കൃത്യമായി, എത്ര ഭംഗിയായി. അതുപോലെ തേനീച്ച കൂട്ടിൽ പല സങ്കീർണമായ സംവിധാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പല ഉത്തരവാദിത്തങ്ങളുള്ള ഗ്രൂപ്പുകളുണ്ട്. കിലോമീറ്റർ കണക്കിന് ദൂരെ പോയി അവർ തേൻ ശേഖരിക്കുന്നു. ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അവർ ഉറുമ്പുകളെ കുറിച്ച് പറയുന്നത്, ഉറുമ്പ് അതിൻ്റെ ഭക്ഷണം ശേഖരിക്കുന്നത് അത് മഴ പെയ്താൽ അതിൻ്റെ മാളത്തിലുള്ള ഈ അരിമണി മാസങ്ങളോളം എടുത്തു വെക്കും. നമുക്ക് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം കഴിക്കാനുള്ള ധാന്യമണികൾ ഈ ഉറുമ്പ് ശേഖരിച്ചു വെക്കുന്നതാണ് പറയുന്നത്. ഈ ഉറുമ്പ് ശേഖരിച്ച ഭക്ഷണം മഴ പെയ്താൽ അത് പുറത്ത് കൊണ്ടുപോയി വെച്ച് ഉണക്കും, എന്നിട്ട് തിരിച്ചു കയറ്റും. എന്തിനാണ്? അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. കാരണം കുറെ കാലങ്ങൾ എടുത്തു വെക്കാനുള്ളതാണ്. അതുപോലെ ഏതെങ്കിലും വിത്തൊക്കെ എടുത്തുകൊണ്ട് പോയാൽ ആ വിത്ത് മുളക്കാതിരിക്കാൻ വേണ്ടി അത് പൊട്ടിച്ചിട്ടാണ് എടുത്തു വെക്കുന്നത്. ചില വിത്തുകൾ അത് പൊട്ടിച്ചാലും 2 ചെടികളായി മുളക്കുന്ന വിത്തുകളുണ്ടാകും. ഒരേ വിത്തിൽ നിന്ന് 2 പകുതികൾ 2 ചെടികളായി മാറുന്ന വിത്തുകളുണ്ടാകും. അതാണെങ്കിൽ 4 കഷ്ണമായി പൊട്ടിക്കും മുളക്കാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പരിപൂർണത, അള്ളാഹു നൽകിയ സൃഷ്ടികൾക്കുള്ള ഹിദായത്ത്. ഇത് തൗഹീദിന്റെ തെളിവുകളാണ്. ഇനി അടുത്ത വിഷയം, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിന്റെ പരിപൂർണത. അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ 2-3 ഉദാഹരണം നമ്മൾ കാണുന്നത് പറഞ്ഞു. പക്ഷെ ഖുർആനിൽ ഈ സൂറത്തിൽ അള്ളാഹു ഒരു ഉദാഹരണം എടുത്ത് പറയുക.
അത് ഈ പറഞ്ഞതൊന്നുമല്ല. വല്ലദി അഖ്റജൽ മർഅ ഫജഅലഹു ഗുസാഅൻ അഹ്വ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഉദാഹരണം പറയണത്. വല്ലദി അഖ്റജൽ മർഅ, അവൻ മർഅ എന്ന് പറഞ്ഞാൽ മേച്ചിൽപ്പുറങ്ങൾ, കന്നാലികളൊക്കെ മേയാൻ വേണ്ടി അതിന്റെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പുല്ലുള്ള നിലം ആണ് മർഅ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മർഅ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കിയവനാണ് അവൻ. ഫജഅലഹു, എന്നിട്ട് ആ പച്ചപ്പുള്ള മേച്ചിൽപ്പുറങ്ങളെ അള്ളാഹു എന്താക്കി മാറ്റി ഗുസാഅൻ അഹ്വ, കറുപ്പ് നിറത്തിലുള്ള ചവറുകളാക്കി, വൈക്കോല് പോലെയുള്ള ഉണങ്ങിയ അവസ്ഥയിലാക്കി എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കൊടാനുകോടി സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു താല ഈ മർഅ, കന്നുകാലികൾ മേയുന്ന പറമ്പുകൾ, ഈ വയലുകൾ, അത് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? കാരണം ഈ സൂറത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദുനിയാവിൻ്റെ നിസ്സാരതയും ആഖിറത്തിന്റെ പ്രാധാന്യം. അത് വരാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധമുണ്ട് ഈ മേച്ചിൽപ്പുറത്ത്. പ്രത്യേകിച്ച് ആ മേച്ചിൽപ്പുറത്തിന്റെ മേയുന്ന സ്ഥലങ്ങളുടെ കുറച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ, അതിനെ നുരുമ്പിയ വൈക്കോലാക്കി മാറ്റി എന്ന് പറയുന്നത്. ഇതേ അവസ്ഥയാണ് ദുനിയാവിനെ കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അല്ലെ, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ദുനിയാവിനെ കുറിച്ച് മഴ പെയ്ത് ചെടികൾ മുളക്കുന്നതിന്റെ ഉപമയായി അതുമായി ഉപമിച്ചുകൊണ്ട് പറഞ്ഞാൽ കാണാം. ദുനിയാവിന്റെ നിസ്സാരത മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് കാരണം? മഴ പെയ്യുമ്പോൾ വളരെ ഭംഗിയായിട്ട് ഭൂമി മുളച്ചു പൊങ്ങും, അതിൽ ചെടികളൊക്കെ മുളച്ച് മനുഷ്യനെ ആകർഷിക്കുന്ന തരത്തിൽ അത് മാറും. പക്ഷെ ഏതാനും ദിവസങ്ങൾ കൊണ്ട്, ഏതാനും കാലം കഴിയുന്നതോടുകൂടി അത് നിരപ്പിപ്പോകും. അതുപോലെയാണ് ദുനിയാവ്. നമുക്ക് നമ്മുടെ യുവത്വവും ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉള്ള സമയത്ത് വളരെ സന്തോഷമുണ്ടാകും, ആസ്വദിക്കാനും തോന്നിയതുപോലെ ജീവിക്കാനും തോന്നും. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്പകാലം കഴിയുമ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മടങ്ങിപ്പോകാനുള്ളതാണ്. ഈ ഒരു ഉദാഹരണം അത് പറയാനുള്ളതിൻ്റെ ഒരു ആമുഖമാണ്, സൂചനയാണ് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അല്ലെ, പല സ്ഥലത്തും ഖുർആനിൽ ഉദാഹരണം പറഞ്ഞത് നമുക്ക് കാണാം. സൂറത്തുൽ കഹ്ഫിൽ വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ഉപമയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്ത് നിന്ന് പെയ്ത വെള്ളം പോലെ. കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, അങ്ങനെ ഭൂമിയിലെ ചെടികളൊക്കെ ഇടതൂർന്ന് വളർന്നു. ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ്, കുറച്ച് കഴിയുമ്പോൾ അത് കാറ്റത്ത് പറന്നു പോകുന്ന ഉണങ്ങിയ ഇലകളായി മാറി. فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون, ഈ ഉപമയിൽ നിന്ന് ഗുണപാഠം എന്താണ്? المال والبنون زينة الحياة الدنيا. ഇങ്ങനെ പറന്നു പോകുന്ന ഇലയായി മാറാനുള്ള കേവലം അലങ്കാരങ്ങളാണ് المال والبنون, സമ്പത്തും സന്താനങ്ങളും. والباقيات الصالحات خير عند ربك ثوابا وخير عقبا أملا. والباقيات الصالحات خير عند ربك ثوابا وخير أملا. باقيات الصالحات, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ഖൈറായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹ്വൻ വസീന. ദുനിയാവ് എന്ന് പറയുന്നത് കളിയും തമാശയും മാത്രമാകുന്നു. തഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾക്കിടയിൽ പരസ്പരം മത്സരിക്കാനുള്ള ഒരു വിഭവം മാത്രമാകും. കമസലി ഗൈസിൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർദി കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു. അല്ലെ, ഒരു മഴ അത് പെയ്യുമ്പോൾ ആ മഴ കാരണം ഉണ്ടാകുന്ന ചെടികൾ കണ്ട് കർഷകർ അത്ഭുതപ്പെട്ട് സന്തോഷിക്കും. പിന്നീട് അത് നുരുമ്പി മഞ്ഞ നിറമാകും, പിന്നീട് വൈക്കോലായി മാറും. ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. നിരവധി സ്ഥലങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ, സൂറത്തുൽ ഹദീദ്, സൂറത്ത് യൂനുസിൽ, സൂറത്ത് ഫുസ്സിലത്തിൽ, അങ്ങനെ പല സൂറത്തുകളിലും ആവർത്തിച്ചിട്ടുള്ളതാണ് ഈ ഉപമ. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വിഷയം പറയുന്നു, സനുഖരിഉക ഫലാ തൻസാ, നിനക്ക് നാം ഓതിത്തരുന്നതാണ്, പിന്നീട് നീ മറന്നു പോവുകയില്ല, അതിനുശേഷം നീ മറന്നു പോവുകയില്ല. അപ്പം എന്താ വിഷയങ്ങളുടെ പരസ്പര ബന്ധം? ഇത്രയും ഇത്രയും വായിച്ച ആയത്തുകളും ഈ പറയുന്ന ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? അല്ലെ, തഫ്സീർ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം മനസ്സിലാവുകയില്ല. ഇത്രയും പറഞ്ഞത് തൗഹീദാണ്, തൗഹീദും തൗഹീദിന്റെ ദലീലുകളുമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ഇനി അടുത്ത വിഷയം എന്താണ്? റിസാലത്താണ്. ഈ തൗഹീദ് അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിച്ച് എങ്ങനെ ജീവിക്കണം എന്നത് പഠിപ്പിക്കാൻ റിസാലത്തിന്റെ ആവശ്യമുണ്ട്. മനുഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട്
ആലോചിച്ചാൽ മനസ്സിലാകുന്നതല്ല ശരി തെറ്റുകൾ. അത് പഠിപ്പിക്കാൻ അള്ളാഹു അമ്പിയാക്കളെ മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സംസാരിക്കുകയാണ്. ഇനിയുള്ളത് റിസാലത്തിനെ കുറിച്ചുള്ള ആയത്തുകളാണ്. സനുഖരിഉക, ഞാൻ താങ്കൾക്ക് ഓതിത്തരുന്നതാണ്, ഫലാ തൻസ, താങ്കളത് മറക്കുകയില്ല, ഇല്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ, ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, അവൻ പരസ്യമായതും മറഞ്ഞു പോകുന്നതും മറഞ്ഞു നിൽക്കുന്നതും രഹസ്യമായിരിക്കുന്നതും എല്ലാം അറിയുന്നവനാകുന്നു. വനുയസ്സിറുക ലിൽ യുസ്റ, ഏറ്റവും എളുപ്പമായതിലേക്ക് താങ്കൾക്ക് നാം എളുപ്പം നൽകുന്നതാണ്. ഫദക്കിർ, താങ്കൾ ഉത്ബോധിപ്പിക്കുക. ഇൻ നഫഅതി ദിക്റ, ഉത്ബോധനം ഫലിക്കുന്നുവെങ്കിൽ. ഈ 4 ആയത്തുകൾ പറയുന്നത് റിസാലത്തിനെ കുറിച്ചാണ്. ഒന്നാമത് പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖുർആൻ പഠിപ്പിക്കും. അപ്പോൾ ഖുർആന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കും. അപ്പോൾ ഈ ശരീഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഈ 4 ആയത്തുകൾ പറയുന്നുണ്ട്. ഒന്ന് ശരീഅത്തിന്റെ ഹിഫ്ള്, സംരക്ഷണം. രണ്ടാമത്തേത് ശരീഅത്തിന്റെ യുസ്ർ, എളുപ്പം. ഇത് രണ്ടും ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. യുസ്റു ശരീഅത്തി വഹിഫ്ളുഹ, ശരീഅത്തിന്റെ എളുപ്പവും അതിന്റെ സംരക്ഷണവും. അത് ഇസ്ലാമിന്റെ 2 പ്രത്യേകതകളാണ്. അല്ലെ മറ്റെല്ലാ ദീനുകളും അഥവാ അമ്പിയാക്കൾ കൊണ്ടുവന്ന ശരിയായ ദീനുകൾ തന്നെ, മൂസാ നബിയും ഈസാ നബിയും അതിനു മുമ്പുള്ള അമ്പിയാക്കളും ഒക്കെ കൊണ്ടുവന്ന ദീനുകൾ അതെല്ലാം തൗഹീദാണ്, എല്ലാം ശരിയായ ദീനുകളാണ്. പിൽക്കാലത്ത് അതിന്റെ അനുയായികൾ അതിൽ മാറ്റം വരുത്തി. പക്ഷേ ഈ ദീനുകൾ അതിന്റെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിന്നിരുന്ന കാലത്ത് പോലും നമ്മുടെ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അതാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത്. ഈ 2 വിഷയങ്ങളുടെ പേര്, ഒന്ന് എളുപ്പം, രണ്ടാമത്തേത് സംരക്ഷണം. എന്താണ് എളുപ്പം? അല്ലെ മറ്റൊരു ദീനിലും ഇല്ലാത്ത എളുപ്പം നമ്മുടെ ദീനിലുണ്ട്. ആലോചിച്ച് നോക്കും, ഇസ്ലാമിലെ അമലുകൾ 5 നേരം നമസ്കാരം, 5 നേരം ഓരോ നേരവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമസ്കരിക്കാൻ പറ്റും. അതുപോലെ നോമ്പ്, വർഷത്തിലൊരു മാസമാണ് നോമ്പുള്ളത്. 12 മാസങ്ങളിൽ ഒരു മാസമാണ് നോമ്പുള്ളത്. അല്ലെ 24 മണിക്കൂർ സമയത്തിൽ നമുക്ക് ആകെ ഒരു അരമണിക്കൂറാണ് നമസ്കാരത്തിന് വേണ്ടത്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിത് നമ്മുടെ മറ്റുള്ള ഏതെങ്കിലും ഒരു കളിയുമായിട്ടോ അല്ലെങ്കിൽ സമയം കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയായിട്ട് താരതമ്യം ചെയ്താലേ ചിന്തിക്കേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന റബ്ബിനോടുള്ള ഹക്കാണ് എന്ന് വെച്ച് ചിന്തിച്ച് നോക്കും. നമ്മളിപ്പോൾ മാസത്തിൽ നമുക്ക് ശമ്പളം തരുന്ന ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? ഈ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? എന്നാൽ നമ്മുടെ ഭക്ഷണവും ഈ ജോലിയും ആ ജോലി വഴി നമുക്ക് വരുമാനം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ മറ്റെന്തെല്ലാം അനുഭവം എന്തെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് നൽകിയ റബ്ബ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നിർബന്ധമായ ഒരു ദിവസം അരമണിക്കൂറാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ എത്രയോ കുറവാണ്. അതുപോലെ 12 മാസങ്ങളുള്ളതിൽ ഒരു മാസം നോക്കണം. സക്കാത്ത് 100-ൽ 2.5, അല്ലെങ്കിൽ 100 ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ 2.5 ലക്ഷം, ചെറിയ ഒരു ശതമാനം മാത്രം, വളരെ കുറഞ്ഞ അളവ് മാത്രം. ഹജ്ജ് ആയുസ്സിലൊരിക്കൽ 60 വയസ്സ് ജീവിച്ചാൽ അതിൽ 4 ദിവസം ആണ് ഹജ്ജിന് വേണ്ടി ചിലവഴിക്കുന്നത്. അതിൽ അതിൽ കുറവ് 1-2 ദിവസമായിരിക്കും ഹജ്ജ് ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പം അത്രയും കുറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ്റെ ഫضലാണ്. ഒന്നാമത്തെ കാര്യമില്ല, പ്രത്യേകിച്ച് മുമ്പ് കഴിഞ്ഞു പോയ ശരീഅത്തുകളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ, അല്ലെ യഹൂദികൾക്ക് അവരുടെ വസ്ത്രത്തിൽ മൂത്രമായാൽ ആ വസ്ത്രം മുറിച്ച് കളയണം, ആ ഭാഗം മുറിച്ച് കളയണം, വൃത്തിയാക്കുന്ന പരിപാടിയില്ല. നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇതുപോലെ ധാരാളം മസലകൾ കാണും അള്ളാഹു തആല ഈ ശരീഅത്ത് എളുപ്പമാക്കിയിട്ടുള്ളതിൻ്റെ ഉദാഹരണം. അതുപോലെ തന്നെ ഹിഫ്ള്, ഈ ശരീഅത്ത് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ സംരക്ഷിച്ചിരിക്കും. മറ്റുള്ള ദീനുകളെല്ലാം അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അതിൽ കൈകടത്തലുകൾ ഉണ്ടായി, അവരുടെ കിതാബുകൾ അവർ പുരോഹിതന്മാർ തെറ്റി, അങ്ങനെ ആ ദീനുകളുടെ കാലാവധി അവസാനിച്ചു. അള്ളാഹു തആല അടുത്ത നബിയെ പറഞ്ഞു. എന്നാൽ ഈ ദീന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ഇനി ഈ ആയത്തുകളിൽ അള്ളാഹു തആല പറയുന്നതാണ്, സനുഖരിഉക ഫലാ തൻസ ഇല്ലാ മാ ശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ ഒന്നും താങ്കൾ മറക്കുകയില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചത് മറക്കുന്ന അർത്ഥം എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചത് എന്താണ്? വിശ്വാസം മറന്നു പോകുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങൾ. ഒന്ന് അന്നിസ്യാൻ ത്വാരിഖ്, വളരെ പരിമിതമായ അളവിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന മറവ്. ഒരു കാര്യം മറക്കുന്നു, ഉടനെ തന്നെ ഓർമ്മ വരും, മറന്ന് തീരെ ഇല്ലാതെയായി പോവുകയില്ല. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ദുനിയവിയായ കാര്യങ്ങൾ വിശ്വാസം മറന്നു പോകാം, പ്രശ്നമില്ല. പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഖുർആനിൽ നിന്നുള്ള ആയത്തുകളൊക്കെ വിശ്വാസം മറന്നു പോകും 2 രൂപത്തിൽ. ഒന്ന് താൽക്കാലികമായുള്ള മറവ്,
അതിന് ഉദാഹരണമാണ് ഒരു ഹദീസിൽ കാണാൻ വിശ്വാസം പള്ളിയിൽ പോയപ്പോൾ ഒരു സ്വഹാബി നമസ്കരിക്കുന്നു, ഖിയാമുല്ലൈലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സുന്നത്ത് നമസ്കാരമായിരിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത് കേട്ടു, അദ്ദേഹത്തിന്റെ ഓത്ത് കേട്ടിട്ട് പറഞ്ഞു, റഹിമല്ലാഹു ഫുലാൻ, ഇന്നയാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഫഖദ് ദക്കറനി ആയത കദാ വകദ, ഇന്ന ആയത്തുകളൊക്കെ അദ്ദേഹത്തിന്റെ ഓത്ത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. വിശ്വാസം മറന്നു വരുന്നർത്ഥം. അപ്പം മറന്നു പോവുകയും പിന്നീട് ഓർമ്മ വരികയും ചെയ്യാം, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇത് യഥാർത്ഥത്തിൽ ചില ആളുകൾക്ക്, ചില വിദേഹത്തിന്റെ കക്ഷികൾക്കുള്ള ഒരു മറുപടി സംഭവത്തിലുണ്ട്. ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, സിഹറിനെ കുറിച്ച്. സിഹർ ഫലിച്ചു എന്ന് പറയുന്ന സഹീഹായ സഹീഹ് ബുഖാരിയുടെ ഹദീസ് ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസമാണ്. കാരണം സിഹർ ഫലിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെ, മുശ്രിക്കുകളൊക്കെ പറഞ്ഞിരുന്നത് അർജുനും മസ്ഹൂറ, നിങ്ങൾ മസ്ഹൂറായ മരണം ബാധിച്ച ഒരാളെയാണ് പിന്തുടരുന്നത് എന്നല്ലേ മുശ്രിക്കുകൾ പറയുന്നത്. അപ്പം അത് ശരിയായില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ മുശ്രിക്കുകൾ നബിയെക്കുറിച്ച് പല ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട്. മസ്ഹൂറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെറും സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനാണ്, മലക്കായിരുന്നു വരേണ്ടിയിരുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യന്റെ പ്രത്യേകതയാണ് മറവി എന്നുള്ളത്. അപ്പോൾ മറവി സംഭവിച്ചതാണ്. അപ്പോൾ മറവിയുടെ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ള മറുപടി മുശ്രിക്കുകളോട്? അത് തന്നെയാണ് സിഹറിന്റെ വിഷയത്തിൽ പറയാനുള്ളത്. മറവിയുടെ വിഷയത്തിൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? ആ മറവി കൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറന്നിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു. അതുപോലെ സിഹർ ബാധിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ സിഹർ മാറി, ആ സിഹർ കാരണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദീനിൽ നിന്ന്. യാതൊരു പ്രശ്നവുമില്ല. മുശ്രിക്കുകളുടെ രണ്ട് ആരോപണത്തിനും ഒരേ മറുപടിയാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോകുന്നതിന്റെ രണ്ടാമത്തെ ഇനം എന്താണ്? മൻസൂഹായ ആയത്തുകൾ. നമുക്കറിയാം ചില ആയത്തുകളുടെ വിധി ദുർബലപ്പെടുത്തും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നു പോകും. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, അല്ലാഹു രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് അല്ലാഹുവിന് അറിയാം. അപ്പോൾ അല്ലാഹു അത് ഓർമ്മിപ്പിക്കേണ്ടതാണെങ്കിൽ ഓർമ്മിപ്പിക്കും എന്നർത്ഥം. ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് നിന്നെ നാം നയിക്കുന്നതാണ്, അത് നിനക്ക് എളുപ്പമാക്കി തരുന്നതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദീനിന്റെ നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള നിയമങ്ങൾ നിനക്ക് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാമിന്റെ യുസ്ർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിന്റെ എളുപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഇനി ആർക്കെങ്കിലും ദീനിന്റെ ഏതെങ്കിലും നിയമത്തോട് എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ, അത് എളുപ്പമല്ല, ഈ നിയമം, ഇസ്ലാമിലുള്ള എന്റെ നിയമം അത് കുറച്ച് കടുപ്പമാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അവന് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം എളുപ്പമാണ് അള്ളാഹു പ്രഖ്യാപിച്ചത്, എല്ലാം യുക്തിക്ക് യോജിക്കുന്നതും മനുഷ്യൻ ചെയ്യാൻ എളുപ്പമുള്ളതുമാണ് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത്. അപ്പൊ പിന്നെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ എന്തോ ഒരു കുറവുള്ളത് കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില സ്ത്രീകൾക്ക് ഹിജാബിനോട് താല്പര്യമില്ല, അതൊരു പ്രയാസമാണ്. ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങുന്നത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നു. അപ്പൊ എന്ത് മനസ്സിലാക്കണം? അവർക്കാണ് പ്രശ്നം. അല്ലെ, യഥാർത്ഥത്തിൽ ഹിജാബ് അവർക്കുള്ള സംരക്ഷണമാണ്. ആ ഹിജാബ് ധരിക്കുന്നതോടുകൂടി അന്യപുരുഷന്മാർ അവരെ നോക്കുന്ന ആ ഷറിൽ നമ്മൾ രക്ഷപ്പെടുകയാണ്. അപ്പോൾ അത് നോക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല എന്നാണെങ്കിൽ ആ ചിന്തിക്കുന്നവരുടെ പ്രശ്നമാണ്, അത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല. അതുപോലെ മറ്റൊരു ഫായത ഈ ആയത്തിലുള്ളത് എന്നാണ് പറഞ്ഞത്. നമുക്ക് നിങ്ങൾ നിന്നെ, ആയത്തിൽ ഓരോ വാക്കും അക്ഷരം പ്രതി അർത്ഥം വെച്ചാൽ നിന്നെ എളുപ്പമാക്കുമെന്നാണ്. ഏറ്റവും എളുപ്പമുള്ളതിലേക്ക്, ഏറ്റവും എളുപ്പമുള്ള നിയമങ്ങൾ നിനക്ക് തരുമെന്നല്ല, നിന്നെ ഏറ്റവും എളുപ്പമുള്ള നിയമത്തിന് പറ്റിയ രൂപത്തിൽ ആക്കി മാറ്റുന്നതാണ്. യസ്റുക, നിന്നെ എളുപ്പമാക്കുന്നു, എളുപ്പമുള്ളതിലേക്ക്. ചില ഉലമാക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ദീൻ ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യനെ പാകപ്പെടുത്തുന്നത്. അവൻ്റെ മനസ്സ് അല്ല, ദീനിലെ നിയമങ്ങൾ എത്ര എളുപ്പമാണെങ്കിലും അത് ഉൾക്കൊള്ളാനും അനുസരിക്കാനും അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. അതിന് പാകത്തിൽ നിന്നെ ഞാൻ പരിവർത്തിപ്പിക്കുന്നതാണ് എന്നാണ് ആയത്തിന് നേർക്ക് നേരെയുള്ള. അപ്പം അങ്ങനെ ഒരു സൂചനയുണ്ട്. ഒരു ഹദീസിൽ കാണാം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് സഅൽത അൻ അദീം, നീ വലിയൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു അലൈഹി, പക്ഷെ അള്ളാഹു എളുപ്പമാക്കി കൊടുത്താൽ നിസ്സാരമായിരിക്കും. ആർക്കാണ് അള്ളാഹു എളുപ്പമാക്കിയത് അവൻ നിസ്സാരമായിരിക്കും. അല്ലാതെ നമുക്ക് കാണാവുന്നതാണ് ഇബാദത്തുകളുടെ കാര്യത്തിലൊക്കെ. നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത് എന്താണ്? അരിഹ്നാ ബിഹാ, അല്ലെ, ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് സമാധാനം തരൂ, എനിക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ബാങ്ക് കൊടുക്കൂ, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കൂ എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ വിഷമങ്ങളും മാറുന്നത്, മനസ്സിൽ സമാധാനം കിട്ടുന്നത് നമസ്കാരത്തിലാണ്. അതുപോലെ തന്നെ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലാ ഖാശിഈൻ, ഖുശൂ ഉള്ളവർക്ക് ഒഴിച്ച് മറ്റുള്ളവർക്ക് അത് ഭാരമായിരിക്കും എന്ന് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുശൂ ഉള്ളവർക്ക്
നമസ്കാരം വളരെ എളുപ്പമായിരിക്കും എന്നർത്ഥം. ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിപ്പോഴും കാണാം. നമസ്കരിക്കുന്നത് ഒരു ആസ്വാദനമായി കാണുന്ന ആളുകൾ, അല്ലെ രാത്രിയൊക്കെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ, പതിവായി തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾ, അതാണ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഫർദ് നമസ്കാരം ഒരു ഭാരമായി ബാധ്യതയായി കാണുന്ന ആളുകളുണ്ട്. എന്താ കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയവർക്ക് ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ, അത് എളുപ്പമായി തോന്നുകയുള്ളൂ. ശരി, ഇനി അടുത്ത വിഷയം എന്താണ്? ഫദക്കിർ ഇൻ നഫഅത്തിൽ ദിക്റ. ഉത്ബോധനം ഫലിക്കുമെങ്കിൽ നീ ഉത്ബോധിപ്പിക്കുക. അപ്പോൾ ഈ ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞു, ആദ്യം തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ തൗഹീദ് കഴിഞ്ഞിട്ട് റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു, ഈ റിസാലത്തിന്റെ എളുപ്പത്തെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഇത്രയും എളുപ്പമുള്ള റിസാലത്താണ്, ഇത്രയും എളുപ്പമുള്ള ദീനാണ്, എന്നാൽ നീ അത് ആളുകൾ പറഞ്ഞു കൊടുത്തുകൊള്ളുക, ഈ എളുപ്പമുള്ള ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊള്ളുക. പക്ഷേ ഇൻ നഫഅത്തിൽ ദിക്റ, ഉത്ബോധനം ഫലിക്കുമെങ്കിൽ എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഈ ആയത്തിന് മഫ്ഹൂമുണ്ട്. മഫ്ഹൂം എന്ന് പറഞ്ഞതിന്റെ വിപരീതാർത്ഥം, ചില ആയത്തുകളുടെ വിപരീതാർത്ഥം സ്വീകരിക്കപ്പെടുകയില്ല, അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പോൾ ഇതിന്റെ വിപരീതാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്ബോധനം ഫലിക്കുമെങ്കിൽ നീ ഉത്ബോധിപ്പിക്കുക. അപ്പോൾ ഉത്ബോധനം ഫലിക്കില്ലെങ്കിൽ ഉത്ബോധിപ്പിക്കേണ്ടതില്ല എന്നല്ലേ? ഇതിനാണ് മഫ്ഹൂം എന്ന് പറയാം. ഈ മഫ്ഹൂം എല്ലാ ആയത്തുകളിലും എടുക്കാൻ സാധിക്കുകയില്ല. ചില ആയത്തുകളുടെ മഫ്ഹൂം നമുക്ക് തെളിവാക്കാൻ പറ്റുകയില്ല. ഇവിടെ ഈ മഫ്ഹൂം വിപരീത അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ, ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഹമ്മദ് അമീൻ ഷങ്കീദ് റഹ്മഹുല്ലാഹ് അറിയപ്പെട്ട മുഫസ്സിറാണ്. അദ്ദേഹത്തിന്റെ തഫ്സീർ പ്രത്യേകിച്ച് ഉസൂൽ ഫിഖ്, ഈ പറഞ്ഞ കാര്യം ഉസൂൽ ഫിഖിന്റെ വിഷയങ്ങളാണ്. മഫ്ഹൂം ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം അതിൽ പറയുന്നത് ആളുകൾ മൂന്നായി വേർതിരിക്കാം. ഒന്ന് മഖ്തൂഅൻ ബിഹിദായത്തിഹി, അവൻ നന്നാകുന്ന ഉറപ്പുള്ള ആളുകൾ, മുസ്ലിമാണ്, ദീനിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്, ഒരു ഹുക്മ് ചോദിക്കാൻ വന്നതാണ്, അവർക്ക് പറഞ്ഞു കൊടുക്കണം, കാരണം ഉറപ്പാണ് അവൻ്റെ ഹിദായത്ത് ഏകദേശം. രണ്ടാമത്തെ വിഭാഗം മഖ്തൂഅൻ ബിഅദമി ഹിദായത്തിഹി, അവൻ ഹിദായത്ത് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ള ആൾ, അതങ്ങനെയുള്ള ആളുകളാണ്. ഇതൊന്നും 100% ഉറപ്പിനെ കുറിച്ചല്ല പറയുന്നത്, ഏറെക്കുറെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. മനുഷ്യന് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു 90% ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 90% അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഹിദായത്ത് കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളതാണ്. അതാരാണ്? നിരന്തരം ഹക്ക് കേട്ടിട്ടും ദീന് കേട്ടിട്ടും അവഗണിക്കുന്ന ആളുകൾ, ധിക്കരിക്കുന്ന ആളുകൾ. മൂന്നാമത്തേത് മഹ്തം, രണ്ടിനും സാധ്യതയുണ്ട്, സ്വീകരിക്കാനും നിഷേധിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഇതിൽ ഉറപ്പായും സ്വീകരിക്കുകയില്ല എന്നുള്ള ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഉത്ബോധിപ്പിക്കുക എന്നാണ് ആയത്തിന്റെ ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാളോട് നിരന്തരം ഉപദേശിക്കുന്നു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനോട് പിന്നീട് കൽപ്പിക്കേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ചില ഉലമാക്കൾ അങ്ങനെയല്ല, ഇതിന്റെ മഫ്ഹൂം എടുക്കേണ്ടതില്ല, ഉത്ബോധനം ഫലിക്കുമെങ്കിൽ ഉത്ബോധിപ്പിക്കുക, ഫലിച്ചിട്ടില്ലെങ്കിൽ ഉത്ബോധിപ്പിക്കുക, ഫലിച്ചാൽ പ്രത്യേകിച്ച് ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, ഫലിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇത്ര മാത്രമേ ആയത്തോട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് വിപരീതാർത്ഥം അത് ഇവിടെ ബാധകമല്ല എന്ന് പറഞ്ഞോളൂ. ഇനി അടുത്ത ആയത്തുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്താൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാം അത് ഏതൊരു മനുഷ്യൻ പഠിപ്പിച്ചാലും അത് പഠിക്കുന്ന കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ രണ്ട് തരത്തിലായിരിക്കും അവർ എന്നാണ് പറയുന്നത്. സയദ്ദക്കറു മൻ യഖ്ശ, പേടിയുള്ളവർ, അള്ളാഹുവിനെ പേടിക്കുന്നവർ, ഖശിയത്തുള്ളവർ, അവർ ഈ ഉദ്ബോധനം സ്വീകരിക്കും. വയതജന്നബുഹൽ അഷ്ഖ, ഭാഗ്യമില്ലാത്തവർ, ശഖിയായിട്ടുള്ള ആളുകൾ, അവർ ഈ ഉദ്ബോധനത്തെ അവഗണിക്കും, ഉപേക്ഷിക്കും. അല്ലദീ യസ്ല നാറുൽ കുബ്ര, വലിയ തീയിൽ അഥവാ നരകത്തിൽ കടന്ന് എരിയാനുള്ളവർ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ആ നരകത്തിൽ അവർ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല. അങ്ങനെ നരകത്തിൽ പോവാൻ വിധിക്കപ്പെട്ട ആളുകൾ അവർ ഈ ഉത്ബോധനം സ്വീകരിക്കുകയില്ല എന്നാണ്. അപ്പോൾ ദീനിന്റെ ഉത്ബോധനങ്ങളുടെ മുന്നിൽ ആളുകളുടെ രണ്ടവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ആരാണ് ഈ ഉത്ബോധനം കൊണ്ട് നന്നാവുക, ആരാണ് അവഗണിച്ച് തിരിഞ്ഞു പോവുക. നന്നാവുന്നവരെ കുറിച്ച് പറഞ്ഞു, ഖശിയത്തുള്ളവർ, റബ്ബിനെ കുറിച്ച് പേടിയുള്ളവരുണ്ടാവും. അല്ലെ, ഖശിയത്ത് എന്ന് പറയുന്നത് അതാണ് ഒരു മനുഷ്യന്റെ കൽബിന്റെ ജീവൻ എന്ന് പറയുന്നത്. ഹയാത്തുൽ ഖൽബ്, കൽബിന്റെ ജീവൻ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള പേടിയാണ്. അപ്പം അള്ളാഹുവിനെ കുറിച്ച് പേടിയുണ്ടോ അവൻ നന്നാവും. അള്ളാഹുവിനെ കുറിച്ച് പേടിയില്ലാത്തവനാണെങ്കിലോ അവൻ എത്ര ഉത്ബോധനം കേട്ടാലും എത്ര ഉപദേശം കേട്ടാലും തിരിഞ്ഞു പോവുകയുള്ളൂ. ഒരു കാഫറാണെങ്കിൽ പോലും, അല്ലെ, ഒരു കാഫറിന് പഠിച്ചാൽ പേടിയുണ്ടെങ്കിൽ അവൻ ഹക്ക് സ്വീകരിക്കും. കാഫറിന് അങ്ങനെ പഠിച്ചാൽ പേടിയുണ്ടാവുക? പഠിച്ചവൻ റബ്ബ് എന്നുള്ളത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നതാണ്. ഒരു റബ്ബുണ്ട് എന്നുള്ളത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നതാണ്.
ആ റബ്ബിന് പുറമെ മറ്റുള്ള സൃഷ്ടികൾ ആരാധിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതാണ് തെറ്റ്. എന്നാൽ ഒരു റബ്ബുണ്ട് എന്നുള്ളത് അതെല്ലാം മനുഷ്യർക്കും അറിയുന്നതാണ്. അത് നിഷേധിക്കുന്നവർക്ക് ചെറിയൊരു ശതമാനം. ആ നിഷേധിക്കുന്നവർക്ക് തന്നെ അറിയാം താൻ അറിഞ്ഞിട്ട് നിഷേധിക്കുകയാണെന്നുള്ളത്. നിഷേധികളുടെ ഏറ്റവും വലിയ നേതാവാണ് അള്ളാഹുവിനെ നിഷേധിച്ചവരുടെ ഏറ്റവും വലിയ നേതാവ് ഫിർഔൻ. ഞാനാണ് റബ്ബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഫിർഔനും ഫിർഔനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നിഷേധിച്ചു, പക്ഷേ അറിയാമെന്നല്ല, യഖീനുണ്ട്, ഞാൻ റബ്ബല്ല, വേറെ റബ്ബുണ്ട് എന്നുള്ളത് യഖീനുണ്ട്. അപ്പൊ ബാക്കിയുള്ള യുക്തിവാദികളും മറ്റുള്ള വാദികളൊക്കെ ഇതുപോലെ തന്നെയാണ്. അവർക്ക് നമ്മളെക്കാൾ ചിലപ്പോൾ യഖീനുണ്ടാവും റബ്ബിന്റെ കാര്യത്തിൽ, റബ്ബുണ്ട് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ അവരെ നിഷേധിക്കുകയാണ് ചില ആളുകൾ, എല്ലാവരും അല്ല, യഖീനുള്ള ആളുകളുണ്ടാകും. ആ യഖീൻ പക്ഷേ അവർക്ക് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ ഷഹ്വത്തുകൾ, അവരുടെ മറ്റുള്ള ആഗ്രഹങ്ങൾ, അവരുടെ അഹങ്കാരം, ഇങ്ങനെ പല കാരണങ്ങളും. അല്ല, ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത് യാതൊരു സംശയമുള്ളവനല്ല. പക്ഷെ ആ യഖീൻ, ഇബ്ലീസിന് യഖീനുണ്ട് അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അതുകൊണ്ട് ഉപകാരമുണ്ടോ? അതൊരു ഉപകാരമുണ്ട്. കാരണം കിബ്ർ ഇബ്ലീസിന് അതിൽ നിന്ന് തടഞ്ഞു. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് പേടിയില്ലാത്തവർക്ക് അവരുടെ വിശ്വാസം കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല. എന്നാൽ പേടിയുണ്ടെങ്കിലോ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസവും അതിൻ്റെ കൂടെ പേടിയും ഉണ്ടായാൽ അവന് ഹക്ക് പറഞ്ഞു കൊടുത്താൽ അവൻ സ്വീകരിക്കും. തൗഹീദ് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കും, സുന്നത്ത് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കും. ഏറ്റവും നശിച്ചവൻ, ഷഖിയായവൻ, ഭാഗ്യമില്ലാത്തവൻ, അവൻ ഈ ദീൻ ഉത്ബോധനം ഉപേക്ഷിച്ചു പോകും. അവൻ എത്ര കേട്ടാലും സ്വീകരിക്കുകയില്ല. നമുക്ക് നിങ്ങളോട് ഉപയോഗിച്ച വാക്കുകൾ യതജന്നബ് എന്നാണ്. ഉപേക്ഷിച്ചു പോവുക, തിരിഞ്ഞു പോവുക എന്നുള്ളത് യജിത്തനിബു എന്നും പറയാം. എന്നാൽ യതജന്നബ് എന്ന് ഉപയോഗിക്കും. കാരണം ഈ ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഫിത്രത്താണ്. ദീനിലെ എല്ലാ ഹുക്കുമുകളും മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തോട് യോജിക്കുന്നതാണ്. ആ ശുദ്ധ പ്രകൃതത്തോട് യോജിക്കുന്ന ലളിതമായ ഈ ദീൻ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പൊ ദീൻ ഉപേക്ഷിച്ച് പോകാനാണ് കഷ്ടപ്പാട്. യതജന്നബ് എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടോടുകൂടി ഉപേക്ഷിക്കുക എന്ന അർത്ഥം കിട്ടും. കാരണം ഹർഫ് കൂടുതലാണ്, അക്ഷരങ്ങൾ കൂടുതലാണ്. അങ്ങനെ ചില ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, അവൻ നരകത്തിൽ കടന്ന് എരിയുന്നതാണ്. നരകത്തെ കുറിച്ച് അന്നാർ കുബ്ര, ഏറ്റവും വലിയ തീ എന്നാണ് ഉപയോഗിച്ചത്. അല്ലെ, നരകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് കാണാം. ഒരു ശബ്ദം കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇരിക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് വിശദീകരിച്ചു, ഈ ശബ്ദം എന്ന് പറയുന്നത് ഒരു കല്ല് നരകത്തിലേക്ക് എറിഞ്ഞതാണ്. അത് 70 വർഷം മുമ്പ് എറിയപ്പെട്ട കല്ലാണ്. അതിപ്പോഴാണ് താഴെ എത്തുന്നത്. ആ താഴെത്തിയ ശബ്ദമാണ് കേൾക്കുന്നത് എന്നാണ് വിശ്വാസം പറഞ്ഞത്. അത്രയും വലുതാണ് നരകം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ആ നരകത്തിൽ കിടന്ന് അവൻ എരിയുന്നതാണ്. നരകത്തിൽ അവൻ ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ജീവിതം കൊണ്ടുള്ള യാതൊരു പ്രയോജനവുമില്ല. ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സുഖം, ഉല്ലാസാദനം ഉണ്ടാകണം, അങ്ങനെ യാതൊന്നുമില്ല. മരിക്കുകയുമില്ല. എന്നും ആലോചിച്ച് നോക്കുക. മരിക്കുക എന്നുള്ളതായിരിക്കും നരകാവാസികളുടെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ ആഗ്രഹം. അല്ല, അവര് നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്, നരകത്തിന്റെ മലക്കിന്റെ പേരാണ് മാലിക്. ആ മലക്കിനോട് പറയും, നിന്റെ റബ്ബ് ഞങ്ങളെ ഒന്ന് തീർത്ത് കളഞ്ഞിരുന്നെങ്കിൽ. മലക്ക് പറയുന്നില്ല, നിങ്ങൾ അനന്തകാലം അറ്റമില്ലാതെ ഈ നരകത്തിൽ കഴിയാനുള്ളവരാണ് എന്ന് പറയും. ഒരാളുടെ കഷ്ടപ്പാട് കൊണ്ട്, ശിക്ഷ കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ശിക്ഷയായിരിക്കും. അത് മതി നരകത്തിന്റെ ഭയാനകത, നരകത്തിന്റെ അപകടം, ഗൗരവം മനസ്സിലാക്കില്ല. മരിക്കുകയുമില്ല, ജീവിക്കുകയുമില്ല. അപ്പോൾ ഇവിടെ ഉദ്ബോധനം സ്വീകരിക്കുന്നതിന്റെ കാര്യത്തിൽ ആളുകളുടെ 2 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ കഴിഞ്ഞ ആയത്തുകളിൽ. ഈ 4 ആയത്തുകളിൽ ഉദ്ബോധനം സ്വീകരിക്കുന്നവർ ഖശിയത്തുള്ളവർ, സ്വീകരിക്കാത്തവർ നരകത്തിൽ പോകാനുള്ള ആളുകൾ എന്ന് പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിൽ പറയുന്നത് മനുഷ്യനെ സ്വന്തം നഫ്സിനെ സംസ്കരിക്കാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ 2 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ പെട്ടുപോകരുത്, നരകത്തിൽ പോകുന്ന ആളുകൾ കുറെ ആയി പോകരുത്. അങ്ങനെ ആവാതിരിക്കാൻ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? തസ്കിയത്ത് സ്വീകരിച്ചവർ, സ്വയം ശുദ്ധീകരിച്ചവർ, അവർ രക്ഷപ്പെട്ടിരിക്കും. എന്താണ് ഇവിടെ തസക്ക എന്ന് പറഞ്ഞാൽ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, തസക്ക മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് സ്വയം ശുദ്ധീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തസ്കിയ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അള്ളാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യാതിരിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാതിരിക്കുക,
അള്ളാഹു അല്ലാതെ മറ്റൊരാളുടെയും പേരിൽ നേർച്ച നേരാതിരിക്കുക, ബലിയെറുക്കാതിരിക്കുക. ഇനി അള്ളാഹുവിന് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്തുകൾ എന്തൊക്കെയുണ്ടോ അത് അള്ളാഹുവിന് മാത്രം. ഇതില്ലാത്ത ഒരാൾ എന്തൊക്കെ അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല, അതൊന്നും ഒരിക്കലില്ല. ഏറ്റവും വലിയ തസ്കിയ, ഏറ്റവും വലിയ ആത്മശുദ്ധീകരണം എന്ന് പറയുന്നത് തൗഹീദാണ്. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണല്ലോ. അത് അഫ്ലഹ മൻ തസക്ക. ഇക്രിമ റഹിമഹുല്ലാഹ് താബിഈയായ ഒരു മുഫസ്സിറാണ്. അദ്ദേഹം പറഞ്ഞു, മൻ തസക്ക എന്ന് പറഞ്ഞാൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ. ഇതാണ് സലഫുകളുടെ തഫ്സീർ. സലഫുകളുടെ തഫ്സീർ നോക്കുന്ന അവരുടെ തഫ്സീറുകൾക്ക് ചില പ്രത്യേകതയാണ്. പിൻഗാമികളായ ആളുകൾ ചിലപ്പോൾ ഒരായത്തിൽ നിന്ന് സൂക്ഷ്മമായി ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ കണ്ടെടുക്കും. പക്ഷെ സലഫുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് പറയുക, ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. ഇല്ല, ഇപ്പൊ തസ്കിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, തസ്കിയത്ത് എന്ന് പറയുന്നത് വിശാലമായ വാക്കാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതില് പിന്നെ മറ്റുള്ള സൃഷ്ടികളോടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ ദുനിയാവിനുള്ള വിരക്തി, അതുപോലെ തന്നെ ലൈംഗിക വിശുദ്ധി, അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം എന്താണ്? അതിനേക്കാൾ പ്രധാനപ്പെട്ട തസ്കിയത്തുമില്ല. എന്ന് മാത്രമല്ല, മറ്റെല്ലാ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖും ഉണ്ടാകണമെങ്കിൽ ഈ അടിസ്ഥാനം വേണം. ഈ തസ്കിയത്ത് ഇല്ലെങ്കിൽ വേറെ ഒരു തസ്കിയത്തും ഉണ്ടാവുകയുമില്ല. അപ്പൊ അതാണ് സലഫുസ് സാലിഹീങ്ങളുടെ തഫ്സീറിന്റെ പ്രത്യേകത. ഖദ് അഫ്ലഹ മൻ തസക്ക. ശിർക്കിൽ നിന്നും മാസിയത്തുകളിൽ നിന്നും സ്വന്തത്തെ ശുദ്ധീകരിച്ചവർ വിജയിച്ചിരിക്കുന്നു. ഇതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഒരാളുടെ വിജയം എന്ന് പറയുന്നത് അവൻ എത്രമാത്രം തസ്കിയത്തും എത്രമാത്രം അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് അവന്റെ വിജയത്തിന്റെ അളവ്. അവൻ പകുതി പാപങ്ങൾ ഉപേക്ഷിച്ചോ, അവൻ പകുതി വിജയിച്ചു. അവൻ മുഴുവൻ ഉപേക്ഷിച്ചോ, മുഴുവൻ വിജയിച്ചു. മറ്റെന്ത് മാനദണ്ഡം വെച്ച് നോക്കിയാലും ഒരാളുടെ വിജയവും പരാജയവും നിശ്ചയിക്കാൻ സാധിക്കില്ല. ഒരാൾ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പന്നനാണ്, പക്ഷെ പാപങ്ങൾ മുങ്ങിക്കുളിച്ച് കിടക്കുകയാണെങ്കിലോ, ശുർക്കും മാസിയത്തുകളോ അയാളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിലോ, അവന്റെ പണം കൊണ്ടും അവന്റെ അധികാരം കൊണ്ടും യാതൊരു കാര്യവുമില്ല. നമ്മൾ ആളുകൾ വിലയിരുത്തേണ്ടത് അവരുടെ തസ്കിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ല, ചില ആളുകൾ അങ്ങനെ പറയും, ഞാനൊരു പരാജയമാണ്. എന്താ കാരണം? എനിക്ക് സ്വന്തമായി വീടുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതല്ല ഒരാൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും അടിസ്ഥാനം. അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കാം, പക്ഷെ അടിസ്ഥാനം എന്താണ്? ഒരാൾ സ്വന്തത്തെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ, ശിർക്കിൽ നിന്നും ആശയത്തിൽ നിന്നും എത്ര കണ്ട് ശുദ്ധീകരിച്ചിട്ടുണ്ടോ, അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. അല്ലെ, ഫലാഹ് എന്നുള്ള വാക്ക് അറബിയിലെ വളരെ അത്ഭുതകരമായ ഒരു വാക്കാണ്. അറബിയിലെ ഏറ്റവും വിശാലമായ അർത്ഥമുള്ള വാക്കുകളെ ഒരു വാക്കാണ് ഫലാഹ്. എന്താണ് ഫലാഹിന്റെ അർത്ഥം? അൽ ഫൗസു ബിൽ മത്ലൂബ് വൻ നജാതു മിനൽ മർഹൂബ്. എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ, ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതെല്ലാം നേടുക. എന്തൊക്കെ അയാൾ വെറുക്കുന്നുണ്ടോ, പേടിക്കുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുക. അതാണ് ഫലാഹ് എന്നുള്ള വാക്കിന്. എന്തൊക്കെ നന്മകളുണ്ടോ, നല്ലതുണ്ടോ, അതെല്ലാം കിട്ടുക. എന്തൊക്കെ ദോഷങ്ങളുണ്ടോ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുക. അപ്പൊ ഇങ്ങനെയുള്ള വലിയ അർത്ഥമാണ് ഈ വാക്ക്. വിജയിക്കുക എന്നുള്ള മലയാളം വാക്കത്തെ ഒന്നുമല്ല. അപ്പൊ ഈ ഫലാഹ് ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു. സ്വയം ശുദ്ധീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് ശംസിൽ എത്ര കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് സത്യം ചെയ്തു? 11 പ്രാവശ്യം അള്ളാഹു സത്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. സ്വന്തം നഫ്സിനെ ശുദ്ധീകരിച്ചവൻ ജയിച്ചിരുന്നു. ആ മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനം അവന്റെ തസ്കിയത്തുൻ നഫ്സ്, സ്വന്തത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഇനി അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഈ ആത്മശുദ്ധീകരണത്തിനുള്ള തസ്കിയത്തുൻ നഫ്സിനുള്ള മാർഗത്തെ കുറിച്ചാണ്. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. തന്റെ റബ്ബിന്റെ നാമം സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ 2 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഇസ്മ. അള്ളാഹുവിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു മുഫ്രദ്, ഒരു അൽ മുഫ്രദ് മുദാഫ്, മുദാഫ് ആയിട്ടുള്ള ഒരു മുഫ്രദ്. ഇസ്മു റബ്ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളെയും ഉൾക്കൊള്ളുന്നു. അള്ളാഹുവിന്റെ എല്ലാ ഇസ്മുകളെയും ഓർത്തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവൻ, മനസ്സിലാക്കിയവൻ. അങ്ങനെ പഠിച്ചവൻ ഫസല്ല, എങ്ങനെ നമസ്കരിക്കുകയും ചെയ്തവൻ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ ഇൽമ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉപകാരപ്പെട്ട ഇൽമ്. അപ്പൊ ഇൽമ് നേടുക, ഫസല്ല, നമസ്കരിക്കുകയും ചെയ്തു. നമസ്കാരം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അപ്പൊ നാഫിയായ ഇൽമും സാലിഹായ അമലും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് തസ്കിയത്തിനുള്ള വഴി. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, തൗഹീദ് പഠിക്കുക.
ശരിയായ അഖീദ പഠിക്കുക, അതുപോലെ നമസ്കരിക്കുക. നമസ്കാരം നോക്കാൻ നമസ്കാരത്തിന്റെ എണ്ണവും ഗുണവും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും രണ്ടും വേണം. അല്ലെ? നബി സഹാബിയോട് പറഞ്ഞു, "അഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്." സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്തണം എന്ന് പറഞ്ഞപ്പോ ആ സഹാബിയോട് പറഞ്ഞതാണ്, "അഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്." നമസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട്, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. അഥവാ നിന്നെ സ്വർഗത്തിൽ എത്തിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ അത് സാധിക്കണമെങ്കിൽ ഇതുകൂടി വേണം. അപ്പോ ധാരാളമായി നമസ്കരിക്കുക, അതുപോലെ തന്നെ ആ നമസ്കാരം ഖുശൂ ഉള്ളതാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പ്രതിഫലം നൽകുന്ന നമസ്കാരം. ഒരു ഹദീസിൽ കാണാം, ഒരാൾ നമസ്കരിക്കും, നമസ്കാരത്തിന്റെ 10 മാത്രമായിരിക്കും പ്രതിഫലം, മറ്റൊരാൾക്ക് 9 അങ്ങനെ വന്ന് പകുതി വരെ പ്രതിഫലം കിട്ടുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഒരേ നമസ്കാരം തന്നെ അതിന്റെ പ്രതിഫലം ആ നമസ്കാരത്തിലെ ഖുശൂവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് തസ്കിയത്തിനുള്ള മാർഗം. നമസ്കരിക്കുക, നമസ്കാരം ഖുശൂ ഉള്ളതാക്കുക. ഇനിയോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അടുത്ത ആയത്തിൽ ഈ പറയുന്ന മാർഗം അള്ളാഹു തആല പഠിപ്പിച്ച തസ്കിയത്തിനുള്ള ഈ വഴി അത് സ്വീകരിക്കുന്ന ആളുകൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കും? മനുഷ്യന്റെ കൂട്ടത്തിൽ വളരെ കുറവാണ്. വൽതുസിറൂനൽ ഹയാത്തദ് ദുനിയ. അങ്ങനെ കുറവാകാനുള്ള കാരണമാണ് അള്ളാഹു പറയുന്നത്. എങ്ങനെയൊക്കെ വിശദീകരിച്ചു തന്നാലും, നരകത്തെ കുറിച്ച് പറഞ്ഞാലും, സ്വർഗത്തിലെത്താനുള്ള വഴി പറഞ്ഞു തന്നാലും, വൽതുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ് കൂടുതൽ നല്ലതും എന്ന് നാം കരുതുന്നത്. അല്ലെ? ദുനിയാവിനേക്കാൾ ഏറ്റവും നല്ലതും ദുനിയാവിനേക്കാൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതും ആഖിറത്താണ്. അപ്പൊ പരലോകം ലക്ഷ്യം വെക്കാൻ, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മുടെ തടസ്സം ഉണ്ടാവും ദുനിയാവാണ്. ആ ദുനിയാവിലെ പരലോകത്തില്ലാത്ത രണ്ട് കുറവുകളുണ്ട്. ഒന്നെന്താണ്? ഇവിടെയുള്ള സുഖങ്ങളെല്ലാം പരലോകത്തിലുള്ള സുഖങ്ങളെക്കാൾ ചെറുതാണ്. രണ്ടാമത്തേത്, പരലോകത്തിലുള്ള സുഖങ്ങൾ അതിന്റെ കാലാവധി അനന്തമാണ്, ഇതിന്റെ കാലാവധി വളരെ ചെറുതാണ്. ഇത് ഓർത്താൽ മതി. ദുനിയാവിലെ ഏതൊരു സുഖം ആലോചിച്ച് നോക്കും, ആ ക്രത്തിൽ ഇതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് നിസ്സാരമാണ്, ചെറുതാണ്. ഇപ്പൊ ഭക്ഷണം, നല്ല രുചികരമായ ഭക്ഷണം കഴിച്ചു, അതായിരിക്കും ചിലപ്പോൾ രോഗക്കാലിന്റെ ആക്കാം, അത് കാരണമായിട്ട് ചിലപ്പോൾ മരിച്ചു പോകുന്നു. ഇങ്ങനെ ദുനിയാവിലെ ഏതൊരു സുഖമാണെങ്കിലും അതിന്റെ കൂടെ പല കുറവുകളും ഉണ്ടായി. അതുപോലെ തന്നെ അതിന്റെ കാലാവധി വളരെ പരിമിതമാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നമ്മൾ എത്തും. ആഖിറത്തിൽ ഇത് രണ്ടുമില്ല. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉസൂലുൽ ഈമാനാണ്. ഈ സൂറത്തിൽ പറഞ്ഞത് ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്, ഈമാനിന്റെ അടിത്തറകളാണ്. ഈ അടിത്തറകളുടെ കാര്യത്തിൽ ഒരു ശരീഅത്തും വ്യത്യാസമില്ല. അല്ലെ? അതിനെ പഠിപ്പിച്ച അതേ ഉസൂലുകളാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശരീഅത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുണ്ട്. അഥവാ അമലിയായ കാര്യം, നമസ്കാരത്തിന്റെ രൂപം, ഖിബ്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാക്കില്ല. പക്ഷെ അടിസ്ഥാനത്തിൽ ഒന്നാണ്. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഫി സുഹഫിൽ ഊലാ, മുൻകാലത്ത് വന്നിട്ടുള്ള കിതാബുകളിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഉസൂലുൽ ഈമാൻ, ദീനിന്റെ അടിത്തറകൾ എല്ലാ നബിമാരുടെ കിതാബുകളിലും ഉള്ളതാണ്. ചില ഉലമാക്കൾ സലഫുകൾ ഞാൻ പറഞ്ഞത് കാണും, ഇതിന്റെ ആശയം തൊട്ട് മുൻപ് പറഞ്ഞ വിഷയമാണ്. ഇതുവാ ദുനിയാവും വിശാലവും ആഖിറത്ത് വിശാലവുമാണ് എന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ എന്ന് പറഞ്ഞത്. ചില മുഫസ്സിരീങ്ങൾ സലഫുകൾ പറഞ്ഞത് കാണാം, അജ്മഅത് കുതുബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബുകളെല്ലാം ഏകോപിച്ചിട്ടുണ്ട് അലാ അന്നൽ ആഖിറത ഖൈറുൻ വ അബ്ഖാ, ആഖിറത്താണ് കൂടുതൽ നല്ലതും നിലനിൽക്കുന്നതും എന്നതിൽ. എന്നാൽ അത് മാത്രമല്ല, ഈ സൂറത്തിൽ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും എല്ലാ കിതാബുകളും ഏകോപിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സുഹഫ് ഇബ്രാഹിം വ മൂസ, എന്നിട്ട് രണ്ട് കിതാബുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്ത്, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടുത്തേക്ക് അള്ളാഹു നൽകിയ കിതാബുകൾ. ഇതിലെല്ലാം പറയുന്ന കാര്യങ്ങളാണ് ഇത്. അപ്പൊ അമ്പിയാക്കളുടെ ദീൻ ഒറ്റ ദീനാണ്. അത് തമ്മിൽ വിശദാംശങ്ങളിലെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ ആയത്തുകളിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. ഇവിടെ സുഹഫ് ഇബ്രാഹിം വ മൂസ, മൂസ ഇബ്രാഹിം അലൈഹി സ്വലാം, അതുപോലെ മൂസ നബി അലൈഹി സ്വലാം, ഈ രണ്ടുപേരുടെയും സുഹഫ്, അവരുടെ കിതാബുകൾ എന്ന് പ്രത്യേകം പറയാൻ എന്താ കാരണം? മറ്റു നബിമാരുടെ കൂട്ടത്തിൽ ഇവരുടെ പ്രത്യേകത എന്താണ്? ചില ഉലമാക്കൾ പറഞ്ഞിട്ട് കാണാം, കുറച്ച് സൂക്ഷ്മമായ കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആയിരിക്കാം എന്നേ പറയാൻ സാധിക്കുമോ? എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താണ്? ഇമാമുൽ ഹുനഫ, മുവഹിദീങ്ങളുടെ ഇമാം അല്ലെ? തൗഹീദാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള നബി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പുള്ള നബിമാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിയാൽ പിന്നീട് ഇമാമുൽ
ഹുനഫ, തൗഹീദുള്ളവരുടെ ഇമാമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോ അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള കാരണം. മൂസാ നബി അലൈഹി സ്വലാം ആണെങ്കിലോ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്താണ് ഏറ്റവും വലിയ ശരീഅത്ത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് മൂസാ നബിയുടെ ശരീഅത്തിന്റെ തുടർച്ച മാത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാം വരുന്നത്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഏറ്റവും വലിയ ദീൻ, ഏറ്റവും വലിയ ശരീഅത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്നിട്ടുള്ളത് മൂസാ നബി അലൈഹി സ്വലാം. അപ്പൊ അഖീദയും ശരീഅത്തും, വിശ്വാസവും കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളും, ഈ രണ്ട് കാര്യങ്ങളുടെയും രണ്ട് ഇമാമികളെ കുറിച്ച് എടുത്തു പറഞ്ഞതാണ്. എല്ലാ ഇമാമത്തും ബാധകമാണ്, പക്ഷെ രണ്ട് പ്രധാന വിഘട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത്രയുമാണ് ഈ സൂറത്തിന്റെ ആശയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ഈ അടിത്തറ അത് ശരിക്കും മനസ്സിലാക്കാൻ, അത് ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.